ഹലോ എവരിവൺ, ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. UK-ൽ കെയറായിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് എങ്ങനെ OET ഇല്ലാതെ NHS രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് എൻക്വയറീസ് എനിക്കും അതിൽ കൊടുത്തിരുന്ന നമ്പറിലേക്കും വന്നിരുന്നു. സോ ഒരുപാട് പേര് ചോദിച്ചു അതിനെപ്പറ്റി കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാമോ എന്ന്. സോ ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ അതിൽ കൊടുത്തിരുന്ന നമ്പർ വൈസ് ഗുരു ഓസ്കി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയാണ്. വൈസ് ഗുരു UK-ലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലീഡിങ് ഓസ്കി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. വൈസ് ഗുരു എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഈ റിവ്യൂസും മറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ ന്യൂ ബാച്ച് മെയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നിങ്ങൾ ഓസ്കിക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇച്ചിരി കോൺഫിഡൻസ് കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെയുള്ള ഫുൾ സപ്പോർട്ട് അവർ നിങ്ങൾക്ക് തരും. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വൈസ് ഗുരു ഓസ്കി ട്രെയിനിങ്ങിലാണ്. അവരുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് NMC ഒക്കെ എടുത്ത് NHS-ൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് രജിസ്റ്റേർഡ് നഴ്സായിട്ട്. സോ അവർ തന്ന ഉറപ്പിലാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൂടാതെ NHS-ന്റെ NMC-യുടെ ഓൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളെ ഫുൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് കൂടെ അവർ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഓസ്കി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം വൈസ് ഗുരു ഓസ്കി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ കോൺടാക്ട് ചെയ്തോളുക. അതിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. ഇനി ഒന്നും സംശയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക, ട്രെയിനിങ് എടുക്കുക, NMC പിന്നെ വേഗം തന്നെ കയ്യിലാക്കുക. ദെൻ നമുക്ക് NHS-ൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാം. താങ്ക് യു ഓൾ.